സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. Praise the Lord. ഹല്ലേലൂയ. മാറാനാത്ത പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, കൂടെയുള്ള ദൈവം അനുഭവമാകാൻ നാം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമം ഞങ്ങളുടെ മേൽ അയക്കണമേ. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന ഞങ്ങളുടെ വീടും ഞങ്ങളുടെ മുറികളും ഞങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഇത് ശ്രവിക്കാൻ വേണ്ടി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഇപ്പോൾ ഉണർത്തണമേ. കുട്ടികളെയും ബാലികാ ബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും കുടുംബനാഥന്മാരെയും കുടുംബനാഥകളെയും ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ഇപ്പോൾ തട്ടി ഉണർത്തണമേ. വലിയ ഉണർവിൻ്റെ കൃപ ഇപ്പോൾ ഓരോ ശരീരങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയങ്ങളിൽ ദൈവിക ബോധ്യങ്ങൾ ഉണ്ടാകട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവരുടെ ശരീരത്തിൽ നിന്ന് പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് തിന്മയുടെ ആധിപത്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കട്ടെ. പൈശാചിക പീഡകൾ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കട്ടെ. യേശുവിൻ്റെ അത്ഭുത ശക്തി കുടുംബത്തിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കട്ടെ. യേശുവിൻ്റെ ആത്മാവ് കുടുംബത്തിലേക്ക് ആവസിച്ചുകൊണ്ടിരിക്കട്ടെ. കലഹത്തിൻ്റെ അരുവികൾ വിട്ടൊഴിഞ്ഞ് പോകട്ടെ. മന്ദതയുടെ അരുവികൾ വിട്ടൊഴിഞ്ഞ് പോകട്ടെ. ഉറക്കച്ചടവിൻ്റെ അരുവികൾ വിട്ടൊഴിഞ്ഞ് പോകട്ടെ. മരവിപ്പിൻ്റെ അരുവികൾ വിട്ടൊഴിഞ്ഞ് പോകട്ടെ. വലിയ കൃപാവരത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. ആത്മീയ ഉണർവിൻ്റെ അഭിഷേകം നിറയട്ടെ. ദൈവശക്തിയുടെ അഭിഷേകം നിറയട്ടെ. അത്ഭുത കൃപകൾ ദൈവമക്കളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഏതാനും നിമിഷങ്ങൾ സ്തുതിക്കുക, കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ ആരാധിക്കുക. പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ ആരാധിക്കുക, മനസ്സ് തുറന്ന് ആരാധിക്കുക. സ്തുതിച്ച് കൂട്ടായ്മയോട് ചേർന്ന് ലോകമെമ്പാടുമുള്ള അനേക ആയിരങ്ങളോട് ചേർന്ന് ഇപ്പോൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം ദാവീദിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ദാവീദിനെക്കുറിച്ച് പ്രഭാഷകൻ 47:3 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അവൻ കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളുമായും അവൻ വിളയാടി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിൽ കുട്ടികൾ കളിപ്പാട്ടങ്ങളെടുത്ത് വിളയാടുന്നത് പോലെ ദാവീദിന് വിളയാടാൻ കിട്ടിയത് സിംഹങ്ങളെയും കരടികളെയും അത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ ദാവീദ് തന്നെ സാവൂൾ രാജാവിനോട് ഈ കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ദാവീദ് സാവൂൾ രാജാവിനോട് പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങയുടെ ഈ ദാസൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് ഈ ദാസൻ. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും. അത് എന്നെ എതിർത്താൽ ഞാൻ അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും. അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട്. ഒരു സിംഹത്തെ കൊന്നിട്ടുണ്ടെന്നല്ല പറയണത്. അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ആടിനെ മേയ്ക്കുന്ന സമയത്ത് ദാവീദിൻ്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെയോ ഒരു ആടിനെയോ സിംഹമോ കരടിയോ വന്ന് തട്ടിയെടുത്താൽ ദാവീദ് അതിനെ പിന്തുടർന്ന് ചെല്ലും. എൻ്റെ ആടിനെ എനിക്ക് വിട്ടുതരിക എന്ന് പറയും. എന്നാൽ ആ സിംഹമോ കരടിയോ ആട്ടിൻകുട്ടിയെ വിട്ടുകൊടുക്കാൻ മനസ്സ് വെക്കുന്നില്ലെങ്കിൽ ആ സിംഹത്തിൻ്റെ ജടയ്ക്ക് പിടിച്ച് ദാവീദ് തന്നെ പിടിച്ചു നിർത്തി ആ ആട്ടിൻകുട്ടിയെ എടുത്ത് അതിനെ അടിച്ച് കൊന്ന് വലിച്ച് കീറി ആകാശത്തിലെ പക്ഷികൾക്ക് ഭക്ഷണമായി ഇട്ടുകൊടുക്കും. അത്രയും വലിയൊരു ശക്തി ദാവീദിൻ്റെ ശരീരത്തിൻ്റെ മേൽ പ്രവഹിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ വളരെ അത്ഭുതം കൂറി നിന്നിട്ടുണ്ട്. എങ്ങനെ ഒരു മനുഷ്യന് ഇത്രമാത്രം വലിയ ശക്തി ലഭിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശക്തിയുടെ രഹസ്യമെന്ത്?
ഇതൊരു സാധാരണ മനുഷ്യൻ്റെ ശക്തിയല്ല. ഇതിൻ്റെ പേരാണ് അമാനുഷ ശക്തി. എന്തുകൊണ്ടൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഇതുപോലുള്ള അമാനുഷ ശക്തി വന്ന് നിറഞ്ഞു? ദാവീദിൻ്റെ ശരീരത്തിൻ്റെ മേൽ, ദാവീദിൻ്റെ ചേട്ടന്മാരുടെ ശരീരത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഈ അമാനുഷ ശക്തി വന്ന് നിറഞ്ഞത് എങ്ങനെ? ദാവീദിൻ്റെ അപ്പനോ ദാവീദിൻ്റെ അമ്മയ്ക്കോ ഇല്ലാത്ത ഈ അമാനുഷ ശക്തി ദാവീദിന് കിട്ടിയത് എങ്ങനെ? ദാവീദിൻ്റെ കൂടപ്പിറപ്പുകൾക്ക് ഇല്ലാത്ത ഈ അമാനുഷ ശക്തി ദാവീദിന് കിട്ടിയത് എങ്ങനെ? എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതിയാണിത്. അങ്ങനെ ഇതിൻ്റെ രഹസ്യം എന്ത് എന്ന് അന്വേഷിച്ചിരിക്കുമ്പോഴാണ് പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായം 8-ാം വാക്യത്തിൽ അതിൻ്റെ ഒരു മർമ്മം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. അതിങ്ങനെയാണ് നാം വായിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായം 8-ാം വാക്യം: തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിച്ച് അവിടത്തേക്ക് സ്തുതികൾ അർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിച്ച് അവിടത്തേക്ക് സ്തുതികൾ അർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അമാനുഷ ശക്തി ആ വ്യക്തിയുടെ മേൽ വ്യാപരിക്കാൻ ഇടവരുത്തും എന്ന് വിശുദ്ധ ലിഖിത പ്രകാരം മനസ്സിലാക്കുകയാണ്. ആര് ദൈവത്തെ മനസ്സിൽ തട്ടി സ്തുതിക്കുന്നുവോ, ആര് വിശ്വാസത്തോടെ സ്തുതിക്കുന്നുവോ, ആര് നിഷ്കളങ്കമായി സ്തുതിക്കുന്നുവോ, ദൈവവചനം പറഞ്ഞിരിക്കുന്നത് പോലെ ആരൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നുവോ അവരുടെ ചുറ്റിലും സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയ ചില വ്യക്തികളുടെ അനുഭവങ്ങൾ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കോടഞ്ചേരിയിൽ നിന്ന് ശീതൾ എന്നൊരു കുട്ടി ഒരു നാൾ ഇവിടെ ധ്യാനം കൂടാൻ വന്നു. ആ കുട്ടിയുടെ ശരീരത്തിൽ ഒരുപാട് കാലമായി ഉണ്ടായിരുന്ന മുറിവ് കരിഞ്ഞൊരു സംഭവമാണ് ആ കുട്ടി രേഖപ്പെടുത്തുന്നത്. അത് ശ്രദ്ധിക്കാം. എൻ്റെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു. ഒരുപാട് കാലമായി മുറിവിൽ നിന്ന് ചലം ഒഴുകി വരുന്ന അവസ്ഥയിലായിരുന്നു. വ്യാഴാഴ്ചയിലെ ആരാധനയുടെ സമയത്ത് ഞാൻ എൻ്റെ യേശുവിനെ ആരാധിച്ച് ആദരം തുറന്ന് സർവ്വശക്തിയോടും കൂടെ അവിടുത്തെ സ്തുതിച്ചു. സ്തുതിപ്പിൻ്റെ സമയത്ത് യേശുവിൻ്റെ അത്ഭുത ശക്തി എൻ്റെ മേൽ വ്യാപരിച്ചു. എൻ്റെ മുറിവ് കരിഞ്ഞു തുടങ്ങി, എൻ്റെ വേദന വിട്ടുപോയി. ഇപ്പോൾ ഞാൻ സൗഖ്യമുള്ളവളായിരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് 4 ക്രിസ്ത്യൻ ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്. പപ്പയുടെ നിർബന്ധം മൂലമാണ് ഞാൻ ധ്യാനത്തിന് വന്നത്. എന്നാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ധ്യാനത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു വലിയ നഷ്ടമാകുമായിരുന്നെന്ന്. പഴുത്ത് ഒഴുകുന്ന വ്രണം സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് കരിഞ്ഞു പോയ സംഭവമാണ് ഈ കോടഞ്ചേരി എന്നുള്ള കുട്ടി സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതാ മറ്റൊരു വ്യക്തി, ഈങ്ങാപ്പുഴയിൽ നിന്നുള്ള ഒരു റിട്ടയേർഡ് ടീച്ചർ ആ ടീച്ചറിൻ്റെ അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് മേരി, ഞാനൊരു റിട്ടയേർഡ് ടീച്ചറാണ്. കോഴിക്കോട് ജില്ലയിലെ ഈങ്ങാപ്പുഴയിൽ നിന്നാണ് ഞാനിത് എഴുതുന്നത്. 8 വർഷത്തിലധികമായി സന്ധിവാതവും കാൽമുട്ടിന് തേയ്മാനവും കൊണ്ട് ഞാൻ വല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. എല്ലാവിധ ചികിത്സകളും നടത്തി, കാര്യമായ കുറവൊന്നും ഉണ്ടായില്ല. കൂടുതൽ നടക്കാനോ മുട്ടുകുത്താനോ താഴെ ഇരിക്കാനോ ഒന്നും എനിക്ക് പറ്റുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ 2006 ഏപ്രിൽ 22 തുടങ്ങിയ ധ്യാനത്തിൽ ഞാൻ ഇവിടെ വന്ന് പങ്കെടുത്തു. എൻ്റെ ഭർത്താവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഈ ധ്യാനത്തിന് വരുമ്പോൾ എനിക്ക് ഡെയിലി 1000 രൂപയിലധികം മരുന്നിന് തന്നെ വേണമായിരുന്നു. ബുധനാഴ്ചത്തെ ആരാധനയുടെ സമയത്ത് എൻ്റെ രോഗങ്ങളും എൻ്റെ മനപ്പീടകളും എൻ്റെ എല്ലാ സങ്കടങ്ങളും കർത്താവിലേക്ക് സമർപ്പിച്ച് ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്ത് യേശുവിനെ ആരാധിച്ചു. ആരാധനയുടെ സമയത്ത് സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. എൻ്റെ രോഗപീഠ പൂർണ്ണമായും വിട്ടുപോയി. സന്ധിവാതത്തിൽ നിന്ന് എനിക്ക് അത്ഭുത വിടുതൽ ലഭിച്ചു. ഞാനത് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. എനിക്ക് ഇന്ന് വരെ അങ്ങനത്തെ പ്രശ്നം പിന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ അത്ഭുത സൗഖ്യമുള്ളവളായി ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. കോഴിക്കോട് നിന്ന് ഒരു റിട്ടയേർഡ് ടീച്ചർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വ്യക്തി ടെലിവിഷൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അത്ഭുതം സംഭവിച്ചത് സാക്ഷ്യപ്പെടുത്തുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ജോൺ ടി ആണ് ഈ കാര്യം സാക്ഷ്യപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക. എനിക്ക് വർഷങ്ങളായി തലയുടെ മധ്യഭാഗത്ത് ഉണ്ടായിരുന്ന അതികഠിനമായ പീഡ 1 മാസത്തിന് മുമ്പ് ടെലിവിഷൻ പ്രോഗ്രാമിലെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധനയുടെ സമയത്ത് ഞാൻ ശക്തിയോടെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ തലയിൽ നിന്ന് വിട്ടുപോയി.
പിന്നീട് ഇന്ന് വരെ എൻ്റെ തലയ്ക്ക് വേദനയോ അസ്വസ്ഥതയോ അനുഭവപ്പെട്ടിട്ടില്ല. മരുന്നോ ലേപനൌഷധമോ അല്ല, കർത്താവിൻ്റെ അത്ഭുതകരമായ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ടെലിവിഷൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തിയ സമയത്ത് ദൈവജനത്തോടൊപ്പം ആരാധിച്ചപ്പോൾ ആ വ്യക്തിയുടെ ശിരസിൽ നിന്ന് വർഷങ്ങളായുള്ള രോഗപീഠ ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്തുതിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗപീഠകൾ വിട്ടുപോകുന്നത്? അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. പ്രൈസ് ദ ലോർഡ്. എന്താണ് സംഭവം? പൗലോസും സീലാസിനെയും അവർ തടവറയിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പൗലോസും സീലാസും യേശുക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തി പ്രസംഗിച്ചപ്പോൾ ശത്രുക്കൾ അവരെ പിടിച്ച് കഠിനമായി മർദ്ദിച്ച് പട്ടാളത്തിൻ്റെ കയ്യിലേൽപ്പിച്ച്, അങ്ങനെ പട്ടാളമാണ് പൗലോസിനെയും സീലാസിനെയും കൊണ്ട് തടവറയിൽ ബന്ധിച്ചിട്ടിരിക്കുന്നത്. ശക്തമായ കാവൽ ഏർപ്പെടുത്തി. പൗലോസും സീലാസും എല്ലാം ക്ഷമിച്ച് അർദ്ധരാത്രി ശക്തിയോടെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എന്താ ഇതിൻ്റെ അർത്ഥം? പ്രകൃതിക്ഷോഭം ഉണ്ടായെന്നാണോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ അവിടെ ഉണ്ടായി. ഒരു വലിയ ഭൂകമ്പം അവിടെ ഉണ്ടായി. അടിത്തറകൾ കുലുങ്ങി, വാതിലുകൾ തുറക്കപ്പെട്ടു, ചങ്ങലകൾ മുറിഞ്ഞു വീണു. ഹല്ലേലൂയ. ദൈവം ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, പ്രഭാതത്തിൽ തൊട്ട് പൗലോസിൻ്റെയും സീലാസിൻ്റെയും കൂടെ കർത്താവ് ഉണ്ടായിരുന്നില്ലേ? അവരെ ജനം കയ്യേറ്റം ചെയ്യുമ്പോഴും അവരെ ബന്ധിക്കുമ്പോഴും അവരെ ചങ്ങല കൊണ്ട് കെട്ടുമ്പോഴും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ന്യായാധിപൻ അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കാൻ ഉത്തരവിടുമ്പോൾ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? പട്ടാളം അവരെ തടവറയിൽ കൊണ്ട് പൂട്ടുമ്പോൾ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവം അവർക്ക് വെളിപ്പെടാതിരുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ദൈവാത്മാവിൻ്റെ ഇംഗിതം അനുസരിച്ച് സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്തുതിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ദൈവം ഒരു അനുഭവമായി മാറി. പ്രൈസ് ദ ലോർഡ്. എപ്പോഴും കൂടെയുള്ള ദൈവം ഒരു അനുഭവമായി മാറാൻ ദൈവവചനം നമുക്ക് നൽകുന്ന മാർഗമാണ് നന്നായി സ്തുതിക്കുക. സർവശക്തനായ ദൈവത്തെ മനസ്സ് തുറന്ന് സ്തുതിക്കുക എന്നുള്ളത്. ഈ നിമിഷങ്ങളിൽ കണ്ണുകളടച്ച് എല്ലാ ദൈവമക്കളും കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവായ ദൈവത്തെ മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളുടെ മേലും സ്തുതിപ്പിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. വിശ്വാസത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. എതിർ ശക്തികൾ നിർവീര്യമാകട്ടെ. അന്ധകാര സേനകൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിപ്പിൻ്റെ ആത്മാവ് കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. സ്തുതിപ്പിൻ്റെ ആത്മാവ് വ്യക്തി ജീവിതങ്ങളിലേക്ക് നിറയട്ടെ. സ്തുതിപ്പിൻ്റെ ആത്മാവ് ഓരോ മകനെയും ഓരോ മകളെയും ഇപ്പോൾ ഗ്രസിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. അത്ഭുതങ്ങളുടെ കർത്താവ്, സ്വർഗത്തിലെ ദൈവം ഇതാ നമ്മുടെ അരികത്തെത്തിയിരിക്കുന്ന സമയമാണിതാ. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും അവരവരിയ്ക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് ഈ നിമിഷങ്ങളിൽ കർത്താവായ യേശുവിനെ ആരാധിക്കുമെങ്കിൽ മകനെ, മകളെ, ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സൗഖ്യങ്ങളുണ്ട്. ദൈവം സ്പർശിക്കുന്ന സമയമാണിത്. എല്ലാവരും കരങ്ങൾ ഉയർത്തി രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ തട്ടി വിശ്വാസത്തോടെ ഉറക്കെ ആരാധിക്കുക, ഉറക്കെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യണമേ, ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യണമേ, ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യണമേ. ഇപ്പോൾ രോഗികളെ സുഖപ്പെടുത്തണമേ. ഇപ്പോൾ രോഗപീഠകളുടെ കെട്ടുകൾ അഴിയട്ടെ. ഇപ്പോൾ ബന്ധനങ്ങൾ അഴിയട്ടെ. ശാരീരിക പീഡകൾ വിട്ടുപോകട്ടെ. മാറാ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ചികിത്സയില്ലാത്ത രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. യേശുവേ.
ഹല്ലേലൂയ 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 യേശുവേ 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 അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. രോഗങ്ങളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, ക്ഷീണങ്ങളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, മനപീഡകളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം സ്തോത്രം, ഈശോയെ നന്ദി. കർത്താവേ, ഇപ്പോൾ കണ്ണുനീരോട് അങ്ങയുടെ നാമം വിളിക്കുന്ന അങ്ങയുടെ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ കർത്താവേ. ഒരുപാട് നാളുകളായി കുടുംബത്തിൽ പ്രാർത്ഥനയില്ലാതെ, വിശ്വാസം മങ്ങി, കൂദാശ ജീവിതം ഇല്ലാതെ പാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കളുടെ കണ്ണുനീര് കാണണമേ കർത്താവേ. എത്ര ശ്രമിച്ചിട്ടും ഒരു വിടുതലില്ലാതെ പാപത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന മക്കളുടെ മേൽ ഇപ്പോൾ അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. സാത്താനെ കീഴ്പ്പെടുത്താൻ പറ്റാതെ പൈശാചിക പീഡകളുടെ ബന്ധനത്തിൽ വിഷമിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ ലോകത്തെമ്പാടും ഇരുന്ന് ആയിരക്കണക്കിന് മക്കൾ സ്തുതിക്കുമ്പോൾ അവരോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്ന ഈ സമയത്ത് ആവശ്യത്തിലിരിക്കുന്ന ഓരോ മക്കളുടെയും കുടുംബത്തിലേക്ക് അങ്ങയുടെ പരിശുദ്ധ ശരീരത്തിൽ നിന്ന് അത്യത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഇന്നുവരെ സൗഖ്യം കിട്ടാത്ത രോഗങ്ങൾക്ക് സൗഖ്യം, ഇന്നുവരെ വിടുതലില്ലാത്ത പാപ സ്വഭാവങ്ങൾക്ക് വിടുതൽ, ഇന്നുവരെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത പൈശാചിക പീഡകളെ കാൽ കീഴിൽ ചവിട്ടി മെതിക്കാൻ തക്ക അത്ഭുത ശക്തി ഇപ്പോൾ ദൈവ മക്കളുടെ മേൽ സ്വർഗത്തിൽ നിന്ന് അത്ഭുതകരമായി ഒഴുകട്ടെ. എല്ലാവരും ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തുക, ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തുക. ഇതാ നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് കൈകൾ ഉയർത്തി യേശു ക്രിസ്തുവിനെ സ്തുതിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളുടെ മേലും ദൈവശക്തി ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമാണ്. കൈകൾ ഉയർത്തി ഉറക്കെ ആരാധിക്കട്ടെ, ഉറക്കെ സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതകരമായി വിടുതൽ നൽകണമേ, അത്ഭുതകരമായി സൗഖ്യം നൽകണമേ, അത്ഭുതകരമായി സൗഖ്യം നൽകണമേ. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഉറക്കെ പ്രാർത്ഥിക്കട്ടെ, അത്ഭുത ശക്തി. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ തുടങ്ങണമേ, യേശുവെ തുടങ്ങണമേ, യേശുവെ തൊട്ട് തൊട്ട് സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ നന്ദി, യേശുവെ നന്ദി, യേശുവെ നന്ദി. കാരുണ്യവാനായ പിതാവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓരോ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തെ കൊണ്ടുവരുന്നു. എത്ര ശ്രമിച്ചിട്ടും ഒഴിഞ്ഞു പോകാത്ത കടബാധ്യതകൾ, ബിസിനസ്സിൻ്റെ പരാജയങ്ങൾ, കൃഷിയിടത്തിൽ ഒരു മേൽഗതിയില്ലാത്ത അവസ്ഥ. കർത്താവേ, തകർന്ന കുടുംബങ്ങളുടെ സാമ്പത്തിക മേഖലകളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. കർത്താവെ, തകർന്ന കുടുംബങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ. കർത്താവെ, ഇന്ന് സാമ്പത്തികമായി മുന്നോട്ട് വന്ന് നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന കഠിനമായ ബന്ധനത്തിൽ കിടക്കുന്ന കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശുവേ, ഞങ്ങളുടെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, എല്ലാവരും സാമ്പത്തികമായ ഞെരുക്കം, കുടുംബ പ്രശ്നങ്ങൾ, പരിഹാരമില്ലാത്ത എല്ലാ ദുഃഖ ദുരിതങ്ങളും കർത്താവിലേക്ക് സമർപ്പിക്കുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുമ്പോൾ യേശുവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ച്, കർത്താവിന് മഹത്വം വ്യാപരിച്ച് വലിയ അടയാളങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. അത്ഭുതകരമായ ഞങ്ങളുടെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, അത്ഭുതകരമായ ഞങ്ങളുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. സ്വർഗത്തിൻ്റെ അത്യുന്നത ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ദൈവമക്കളുടെ മേലും സകലരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. സൗഖ്യത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശുവേ, സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കൊണ്ടകൾ തകരട്ടെ. എല്ലാ ആധിപത്യ ശക്തികളും യേശുവിൻ നാമത്തിൽ നിർവീര്യമാകട്ടെ. എങ്ങും അവനുണ്ട്, ഈ ദൈവമെന്റെ ദൈവം,
എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവമെൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സുബി. ഞാൻ നിലമ്പൂരിൽ നിന്നും വരുന്നു. ഞാൻ TTC കഴിഞ്ഞിട്ട് 11 വർഷമായി. പലപ്പോഴും ജോലിക്ക് ശ്രമിച്ചെങ്കിലും ജോലി ശരിയായില്ല. കഴിഞ്ഞ ഡിസംബറിൽ ഞാനും ബ്രദറും കൂടി ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അതുപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് നിങ്ങളുടെ രണ്ടുപേരെയും ജോലിക്കാർ ശരിയാകുന്ന അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ജൂലൈ മാസത്തിലും എനിക്ക് വീടിന് തൊട്ടടുത്ത് തന്നെ സ്ഥിരമായിട്ട് ജോലി കിട്ടി. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. ഉച്ചയ്ക്ക് വന്ന് ചോറുണ്ട് പോകാമെന്ന് അത്ര അടുത്ത് സ്ഥിരമായിട്ട് ജോലി കിട്ടി. ഞാൻ യേശുവയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുപോലെ തന്നെ ആങ്ങളെയാണെങ്കിലും 5 വർഷമായിട്ട് വിദേശത്ത് പോകാനായിട്ട് പരിശ്രമിക്കുന്നു. പല സ്ഥലത്തും പൈസ കൊടുത്തു. ലാസ്റ്റ് പൈസ തിരിച്ചു കിട്ടും, ജോലി മാത്രമേ ശരിയായില്ല. അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം 2 മാസത്തിന് ശേഷം അവന് വിദേശത്ത് പോകാൻ സാധിക്കുകയും ഇപ്പോൾ നല്ലൊരു കമ്പനിയിൽ നല്ല ജോലി പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്തു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ജോസ്, അറക്കപ്പറമ്പിൽ വീട്ടുപേര്, പാലാവയൽ ഇടവക, കാസർഗോഡ് ജില്ല. ഞാനിവിടെ വരുന്നതിന് മുൻപ് മുട്ടിന് നല്ലപോലെ വേദനയായിട്ടാണ്. വാഹനത്തിൽ യാത്ര ചെയ്താൽ മുട്ടിന് താഴെ മുഴുവൻ നീരായിരിക്കും. ഏതാനും വർഷങ്ങളായി അങ്ങനെ ആയിട്ട്. അത് കഴിഞ്ഞ് ഈ അടുത്ത കാലങ്ങളിൽ ഒരു 2-3 വർഷമായിട്ട് ദേവാലയത്തിൽ പോയാൽ എനിക്ക് നിർബന്ധമാണ് മുൻപന്തിയിലിരിക്കണമെന്ന്. പക്ഷേ എന്നെ ഇരിക്കാൻ അനുവദിക്കുകയില്ല. എന്നാലും ഞാൻ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ 4 കാലും കുത്തി, അതായത് 2 കൈയും 2 കാലും കുത്തിയാണ് ഞാനൊന്ന് എഴുന്നേൽക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ട്രെയിനിൽ ഇരുന്ന് അത്യാവശ്യം പ്രാർത്ഥന സ്തുതിപ്പുമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇങ്ങോട്ട് വരുന്ന ആ ഒരു യാത്രയിൽ എൻ്റെ കാലിന് ഒരല്പം പോലും നീരുണ്ടായില്ല. ഇവിടെ വന്ന ആദ്യ ദിവസങ്ങളിലൊക്കെ മുട്ടിന് വിഷമമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുട്ടനിക്കാനൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ കൈ കുത്താതെ എഴുന്നേൽക്കുന്നുണ്ട് ഇവിടെ വന്ന് ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി നിങ്ങൾ മനസ്സിലായി. എവിടെയെങ്കിലും ഒരു കട്ടിലേലോ കസേരയിലോ കൊഞ്ചയിലോ ഇരുന്നിട്ട് എഴുന്നേൽക്കണമെങ്കിൽ 2 കൈ നിലത്ത് കുത്തണം, 2 കാല്, അങ്ങനെ 4 കാലിൽ എഴുന്നേറ്റിരുന്ന ആളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇപ്പോൾ ഈ ധ്യാനത്തിന് പുറപ്പെട്ടപ്പോൾ മുതൽ ഈ ദാസൻ്റെ ശരീരത്തിൽ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. ഇപ്പോൾ അയാൾക്ക് ഒരു കുഴപ്പം കൂടാതെ ഇരിക്കാനും എഴുന്നേൽക്കാനും സുഖമായിട്ട് മൂവ് ചെയ്യാനും വർക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്.